തിരുവോണത്തിന് എല്ലാവിധ ആശംസകളും. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണവിശേഷങ്ങൾ പറയാനാണ്. ചെറുപ്പകാലങ്ങളിലെ നമ്മുടെ ഓണത്തെക്കുറിച്ച് പറയാനാണ്. ചെറുപ്പകാലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ കലാകായിക മത്സരങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഓണത്തല്ല്, വടംവലി, അതുപോലെ ക്യാരംസ് കളി, ചെസ്സ് കളി, ചെറിയ പിള്ളേർക്കാണ് മിഠായി പെറുക്കൽ, വാല് പറിക്കൽ, കസേര കളി, തൊപ്പി കളി, ഷൂട്ടൗട്ട് മത്സരങ്ങൾ, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ക്ലബ്ബൊന്നും അങ്ങനെ വലിയ പ്രവർത്തനം കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിലും പള്ളിയിൽ ഓണപ്പൂക്കള മത്സരവും കാര്യങ്ങളും, ഓണസദ്യ, ഓണ പായസം എല്ലാം ഉണ്ടാവും. ഇന്നത്തെ കാലത്തെ പോലെ ഫാൻസി പൂക്കളല്ല നമ്മൾ മേടിക്കാറ്. നമ്മുടെ വീടിൻ്റെ ചുറ്റളവുകളിലുള്ള എല്ലാം വീട്ടിലെല്ലാം പോയി പൂവെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ പോയി പൂക്കള മത്സരത്തിന് പങ്കെടുക്കും. ഇപ്പോഴത്തെ കാലത്ത് പോയി കടയിൽ പോകുന്നു, പൂ മേടിക്കുന്നു, നമ്മൾ പൂക്കളം ഇടുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ആരുടെ കയ്യിൽ ക്യാഷൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ സൈഡിലും അവിടെ ഇവിടെയുള്ള കുറച്ച് പൂക്കളും ഇലകളും പിന്നെ തേങ്ങ ചിരണ്ടിയിട്ട് അതിൻ്റെ ഇതില്ലേ, അതൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മൾ പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. നൊസ്റ്റാൾജിയാണ് ഈ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. എപ്പോഴും നമ്മുടെ കേരളീയരുടെ ഒരു ദേശീയ ഉത്സവമാണ് ഈ ഓണം എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ഓണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പകാലത്തെ ഓണമൊക്കെ അടിപൊളിയാണ്, പിള്ളേന്മാർ കൂട്ടുകാർ അങ്ങനെ. പക്ഷേ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓണം അത് കഴിഞ്ഞ കൊല്ലത്തെ ഓണമാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് മൂന്ന് കൂട്ടുകാരന്മാരുണ്ട്. അമ്മമാരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്താ പരിപാടി? അവർ പറഞ്ഞു, നമുക്ക് മൂന്നാർ പോയി അടിച്ച് പൊളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൂട്ടാതെ അമ്മമാർ മൂന്നാർ പോയി. ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിപ്പം മൂന്നാറുള്ള ചോദിച്ചേട്ടായി എന്ന് പറഞ്ഞു. അതിൻ്റെ വാശിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു ബാംഗ്ലൂരിൽ. അപ്പം ഓക്കെ, ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട്, എന്താ ചേട്ടായി വിളിച്ചതെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓണത്തിനത്തെ പരിപാടി ചോദിച്ചു. അപ്പോൾ ഓണത്തിന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, നാട്ടിലേക്ക് ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ നാട്ടിൽ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഏലപ്പീടി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തൊട്ടടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്ത് അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ്, അവിടെ പോയി ഞങ്ങൾ ഇതിലൂടെ കറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഈ മൂന്നാർ പോയമാരുടെ വീഡിയോയും ഫോട്ടോസും കാണുന്നത്, മൂന്നാർ പോയി അടിച്ചു പൊളിക്കുന്നതിൻ്റെ നമ്മുടെ പൂട്ടാണ്ട് പോയതല്ല. അപ്പോൾ ഒരു വാശി. അപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ ഞങ്ങൾ ഗോവയ്ക്ക് പോയി. ഗോവയ്ക്ക് പോയി ചെന്നിറങ്ങി നമ്മുടെ ഒരു സ്കൂട്ടി വാടകയ്ക്ക് എടുത്തു. നേരെ നോർത്ത് ഗോവയിൽ പോയി ഞങ്ങൾ ഡോൾഫിൻ റൈഡ്, അങ്ങനെ ഓണസദ്യ അത് ഭയങ്കര വെറുപ്പിക്കുന്ന സംഭവമായി പോയി കേട്ടോ, അത് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ സ്കൂട്ടി എടുത്ത് അവിടെ കുറേ കറങ്ങി. അതിനുശേഷം പബ്ബിൽ പോയി. അടുത്ത ദിവസം ഞങ്ങൾ വാട്ടർ റൈഡിന് ഒരു ഇത് കൊടുത്തായിരുന്നു. കാരണം വാട്ടർ റൈഡിൽ കയറി. അങ്ങനെ അവിടെ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ റൈഡിന് എക്സ്ട്രാ പൈസ കൊടുത്ത് റൈഡിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ കൊടുത്തു. വേറെ ആരോടും ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അദ്ദേഹം ദുബായിൽ ഭയങ്കര ബിസിനസ്മാനാണ്. അപ്പം അയാൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ പുള്ളിയുടെ റിസോർട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചു. ഞങ്ങളെ മദ്യം ഉണ്ടായിരുന്നു, അതുപോലെ ഇഷ്ടം പോലെ ഫുഡുകളുണ്ടായിരുന്നു, വെറൈറ്റി ഫുഡുകൾ എല്ലാം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സൽക്കരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഗോവയിൽ പുള്ളീൻ്റെ കൂടെ ഫുള്ള് കറങ്ങി. പുള്ളി ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നാളെ ദുബായിക്ക് പോവുകയാണ്, നിങ്ങൾ വരുന്നോ ചോദിച്ചു. ഞങ്ങളെ രണ്ടാളെ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്നേ വരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല, നമുക്ക് പോയാലോ ചോദിച്ചു. വിത്തിൻ സെക്കൻഡ്സ് ഞങ്ങൾ വിസ എടുത്തു, ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ നേരെ ദുബായി പോയി. വേറെ ആരോടും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മനുഷ്യനോട് പറഞ്ഞാൽ നേരെ ദുബായി പോയി. ദുബായിൽ 2 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച്. പുള്ളിൻ്റെ ഫ്ലാറ്റിൽ അടിപൊളി മറീന ബീച്ചിൻ്റെ അവിടെയുള്ള കിടിലൻ ഫ്ലാറ്റ്, അവിടെ ഫ്ലാറ്റിൽ പോയി അവിടെ അടിച്ച് പൊളിച്ച് തിരിച്ച് ഞങ്ങൾ, എൻ്റെ ഫ്രണ്ട് നേരെ ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തു, ഞാൻ നേരെ കണ്ണൂർക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നേരെ ഇന്ത്യയിൽ വന്നു. എൻ്റെ ഫ്രണ്ട് ഡ്യൂട്ടി കയറി, ഞാൻ ഇവിടെ നാട്ടിൽ. അങ്ങനെ അടിപൊളി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അടിപൊളി കിടുക്കാച്ചൊരു ഓണമായിരുന്നു കഴിഞ്ഞു കൊല്ലത്. അപ്പോൾ ഈ കൊല്ലം ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നില്ല. എനിക്ക് ന്യൂ ഇയറും ക്രിസ്മസും അടിച്ച് പൊളിക്കാനുള്ളതാണ്. അപ്പം ഈ പ്രശ്നത്തെ ഓണവിശേഷങ്ങൾ ഇത്രയാണ്. മൈ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന എൻ്റെ സെഗ്മെൻറ്റ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഓണാശംസകൾ.